So let's talk about LGBTQIA representation in Malayalam films as well as its narration. അതായത് കാലാകാലങ്ങളായിട്ട് ഓരോ കാലഘട്ടത്തിലും മലയാളം സിനിമയിൽ LGBT റെപ്രസെൻറ്റേഷൻ ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സും ഉണ്ട്, ചിത്രങ്ങളും ഉണ്ട്. അതിൽ ഏതാനും ചില ചിത്രങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്തവണ പരിശോധിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ, അതിൻ്റെ വർഷം, അതിൻ്റെ ഡയറക്ടർ, മെയിൻ ക്യാരക്ടേഴ്സ്, ആ സിനിമയുടെ ക്ലൈമാക്സിൽ ഗേ ആണെങ്കിൽ ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെങ്കിൽ ലെസ്ബിയൻ, ഇവരെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. കാരണം അങ്ങനെ കുറേ നറേഷൻസ് വളരെ സിമിലറായിട്ട് ചില സിനിമകളിൽ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് 2004 ഇറങ്ങിയ സഞ്ചാരം എന്ന ചിത്രം എടുക്കാം. സഞ്ചാരം എന്ന ചിത്രം ദ ജേർണി 2004 ഇറങ്ങിയത്. ലിജി എന്നാണ് ഡയറക്ടറുടെ പേര്. അപ്പോൾ ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ശ്രുതി മേനോൻ്റെ ക്യാരക്ടറും മറ്റൊരു ക്യാരക്ടറുണ്ട്, കിരൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ത്രൂ ഔട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ കിരണിൻ്റെ ക്യാരക്ടർ കുറച്ച് ഇൻഫീരിയറും ഈ പറയുന്ന ശ്രുതി മേനോൻ്റെ ക്യാരക്ടർ കുറച്ച് സുപ്പീരിയറുമാണ്. കാരണം ഇങ്ങനെ ഒരു റിലേഷനിൽ ഒരു ഡോമിനേഷൻ ഉണ്ട്. പക്ഷേ നല്ല രീതിക്ക് കഥ പറഞ്ഞ് അല്ലെങ്കിൽ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ചിത്രം ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം സൂയിസൈഡ് ചെയ്യുന്നതാണ് കാണുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിച്ചു വന്നു, അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്തു. പക്ഷേ ഇതിലെ ഒരു ക്യാരക്ടർ, അതായത് ശ്രുതി മേനോൻ്റെ ക്യാരക്ടർ ഹെട്രോസെക്ഷൽ റിലേഷനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഇതിലൊരു ക്യാരക്ടറിന് ഡിപ്രഷൻ വരികയാണ്. അതായത് കിരൺ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഡിപ്രഷൻ വന്ന് ഈ ക്യാരക്ടർ ഈ കഥയുടെ എൻഡിങ്ങിന് വേണ്ടി ഈ ക്യാരക്ടർ മരിക്കുകയാണ്, ഈ ക്യാരക്ടർ സൂയിസൈഡ് ചെയ്യുകയാണ്. അത്രയും വളരെ മനോഹരമായിട്ട് വളരെ ബോൾഡായിട്ട് കഥ പറഞ്ഞു പോയ ചിത്രമാണ് സഞ്ചാരം എന്ന സിനിമ. ഇതിൻ്റെ ഒടുക്കം, ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ എല്ലാവരും ഈ പറയുന്ന ഹെറ്ററോനോർമേറ്റീവ് ആയിട്ട് പോകണം എന്നുള്ള ഒരു പ്രജുഡിസിൻ്റെ ഭാഗമായിട്ടായിരിക്കും, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് 2004 നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ചിത്രത്തിൻ്റെ അവസാനം. രണ്ടാമത്തെ ചിത്രം 2014 ഇറങ്ങിയ മൈ ലൈഫ് പാർട്ട്ണർ, MP പത്മകുമാറിൻ്റെ സിനിമയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ സിനിമയ്ക്ക് തിയേറ്റർ പോലും കിട്ടാനില്ലായിരുന്നു. കാരണം ഭയങ്കര വിവാദമായിരുന്നു. ഈ ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല എന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളോടുകൂടി റിലീസായ ചിത്രമാണ് 2014 പുറത്തിറങ്ങിയ മൈ ലൈഫ് പാർട്ട്ണർ. നമ്മളുടെ സുധയ നായർക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂവിയാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ്. പക്ഷേ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്സ്, ഇതും നേരത്തെ പറഞ്ഞ പോലെ ഈ ചിത്രത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഇതിൽ റിച്ചാർഡ് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, പിന്നെ സുധയ നായരുടെ ക്യാരക്ടറുണ്ട്. സുധയ നായരുടെ ക്യാരക്ടറുടെ പേര് കിരൺ എന്നാണ്, ഓപ്പോസിറ്റുള്ള ആളുടെ പേര് റിച്ചാർഡ്. ഇവർ തമ്മിൽ ഒരു ഗേ റിലേഷനാണ്. ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു വരുമ്പോൾ ഇവർക്ക് ഒരു കുട്ടി വേണമെന്ന് ഇവർ ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി റിച്ചാർഡ് കല്യാണം കഴിക്കുകയും അതിനുശേഷം റിച്ചാർഡ് ഹെറ്ററോനോർമേറ്റീവായിട്ട് പോയി അവരുടെ റിലേഷനിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. പിന്നെ കിരണിൻ്റെ ക്യാരക്ടർ എക്സ്ട്രീംലി ഡിപ്രഷനിലേക്ക് പോവുകയും അദ്ദേഹം ഒറ്റപ്പെടുകയും. ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് വെച്ചാൽ വളരെ ഹോണ്ടിങ് ആണ്. കാരണം ഈ പറയുന്ന കിരൺ ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ വളരെ ബോൾഡായിട്ട് ഒരു അറ്റംപ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ ഇതിലെ വളരെ പ്രധാനപ്പെട്ട, എസ്പെഷ്യലി കിരണിൻ്റെ ക്യാരക്ടർ വളരെ ഡോമിനൻ്റ് ആണ്, വളരെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഈ ക്യാരക്ടർ ഒടുക്കം ആത്മഹത്യ ചെയ്യുന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ബോൾഡായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കിന് വളരെ എന്താ പറയുക, വളരെ അതുവരെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, സമൂഹത്തിൽ വേറെ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതാണ് മൈ ലൈഫ് പാർട്ട്ണർ എന്ന സിനിമയുടെ അവസ്ഥ. അടുത്ത ചിത്രം എന്ന് പറയുന്നത് 2019 റിലീസ് ചെയ്ത മൂത്തോനാണ്. നമുക്കറിയാം നിവിൻ പോളിയുടെ സിനിമയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്ടർ ഗീതു മോഹൻദാസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എത്രത്തോളം അവരുടെ ഇതിന് മുമ്പത്തെ വർക്കുകളെയൊക്കെ നമ്മൾ വാഴ്ത്തി പാടിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ അക്ബർ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ ക്യാരക്ടറും അമീർ എന്ന് പറയുന്ന റോഷൻ അവതരിപ്പിച്ച ക്യാരക്ടറും തമ്മിലുള്ള ഹോമോസെക്ഷൽ റിലേഷൻ, ഒരു ഗേ റിലേഷൻഷിപ്പ് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ചിത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്കിൽ ഇതിൽ വളരെ മികച്ച രീതിയിൽ ഇവർ തമ്മിലുള്ള പ്രേമബന്ധം കാണിച്ചിട്ട് ഇത്രയും മനോഹരമായിട്ടൊരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് നറേറ്റ് ചെയ്തിട്ടുള്ള സിനിമ ഞാൻ വേറെ കണ്ടിട്ടില്ല. പക്ഷേ വേറെ കണ്ടിട്ടില്ല ഇൻ ദ സെൻസ് മലയാളത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ റോഷൻ്റെ ക്യാരക്ടർ ഇവർ തമ്മിലുള്ള ഈ ഹോമോസെക്ഷൽ റിലേഷൻ അറിയുകയും അങ്ങനെ റോഷൻ്റെ ക്യാരക്ടറിനെ മാരേജ് ചെയ്യണമെന്ന് പറയുകയും അദ്ദേഹത്തെ മാരേജ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അയാൾ ഡിപ്രഷനിലേക്ക് പോവുകയും
അവസാനം ഈ പറയുന്ന റോഷന്റെ ക്യാരക്ടർ അമീർ ആത്മഹത്യ ചെയ്യുന്നതാണ് കാണുന്നത്. അമീർ സൂയിസൈഡ് ചെയ്യുകയാണ്. അക്ബർ എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റിൽ റിമെയിൻ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ ഇത്തരം നറേഷൻ വരുന്നത്. എസ്പെഷ്യലി ഇതുപോലെ LGBTQ തീം എടുക്കുന്ന സിനിമകൾക്ക് മലയാളം ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മലയാളം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കൊടുക്കുന്ന നറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവരെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയും അവസാനം ഈ കഥ നറേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇതിന്റെ പര്യവസാനത്തിലേക്ക് വരുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടഗോണിസ്റ്റിനെ കൊല്ലുകയോ അല്ലെങ്കിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിക്കണം. കാരണം ഇവർ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അത് സമൂഹത്തിന് എന്തോ ദോഷം ചെയ്യുമെന്നുള്ള നിലപാടിലാണ് ഇക്കാലം അത്രയും മലയാള സിനിമയിൽ LGBTQ റെപ്രസെൻറ്റേഷൻ നടന്നിട്ടുള്ളത്. ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ചിത്രം ഈ അടുത്ത കാലത്ത് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയോ ബേബി മമ്മൂട്ടിനെ വെച്ച് ചെയ്ത കാതൽ ദ കോർ എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്നത് വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു താരമാണ്, മെഗാസ്റ്റാർ മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം വാഴ്ത്തിപ്പാടിയ ചിത്രമാണ്. അതായത് മമ്മൂട്ടിയുടെ മാത്യു ദേവസി എന്ന് പറയുന്ന ക്യാരക്ടർ, അതിൻ്റെ കൂടെയുള്ള ക്യാരക്ടർ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗേ പാർട്ണറായിട്ട് ഇവിടെ നമുക്ക് പറയാം തങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പക്ഷേ ഈ സിനിമ പറയുന്ന കുറച്ച് രാഷ്ട്രീയമുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അതിൻ്റെ മേൽ ആണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ LGBTQ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഈ സിനിമ പലയിടത്തും എങ്ങും തൊടാതാണ് പോകുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറയുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ വൈഫ് ഓമന മറ്റൊരാളെ വിവാഹം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. മമ്മൂട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന മാത്യു ദേവസി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ തങ്കൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് നിന്നത്. അപ്പം മുകളിൽ പറഞ്ഞ 3 ചിത്രവും ഈ പറയുന്ന ചിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇതിൽ ആരും മരിക്കുന്നില്ലെന്ന് മാത്രമല്ല വളരെ ബോൾഡായിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അവിടെയും നമ്മളിത് അനലൈസ് ചെയ്യുമ്പോൾ അവിടെയും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജിയോ ബേബിനെ പോലെ ഇത്രയും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലത്തെ സിനിമ എടുത്ത ഡയറക്ടർ ഇത്രയും ബോൾഡായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തി എന്നതിനുപരി അതിനപ്പുറത്തേക്ക് ആ ചിത്രം സൊസൈറ്റിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. കാരണം അതും അവിടെയും ഒരു കപടതയാണ്. കാരണം ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നിടത്താണ് ആ സിനിമ കട്ടാകുന്നത്, ആ സിനിമ നിൽക്കുന്നത്. അതിനുശേഷം ആസ് എ പാർട്ട്ണറായിട്ട് ഇവരെങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള LGBTQ നറേഷൻ, ആ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്ന സിനിമ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. വളരെ അപൂർവം എന്നല്ല, മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതാണ് ഈ മലയാളത്തിൻ്റെ നിലവിൽ LGBTQ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് സിനിമകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അതും ദയവ് ചെയ്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നന്ദി.